ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മുടെ മനു വീട്ടിൽ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. അച്ഛനാണെങ്കിൽ ആ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കാം. അച്ഛാന്ന് പറഞ്ഞ് വിളിച്ച് മകൻ എഴുന്നേൽപ്പിച്ചു. അച്ഛനും മോനും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുക. കമല വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവർ വരുന്നതും നോക്കി. അപ്പോൾ ശിവേട്ട, എന്തായി ശിവേട്ട? അവനെ കണ്ടോ ശിവേട്ട? അവൻ എങ്ങനെയുണ്ട്? അപ്പോൾ അവനെ കണ്ടു, അവന് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞേ? അവനോട് നിങ്ങൾ കേസിൻ്റെ കാര്യം സംസാരിച്ചോ എന്നൊക്കെ കമല ചോദിക്കുക. മറുപടി അച്ഛൻ പറയണോ അതോ ഞാൻ പറയണോ എന്ന് മനു ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ എല്ലാത്തിനും ഉത്തരം മനു തരും നിനക്ക് എന്ന് ശിവേട്ടൻ പറയുക. ക്ഷമയോടെ നീ കേട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല അന്തം വിട്ട് നിൽക്കുക. എടാ ഞാൻ പോയി കിടക്കുക, തലവേദന എടുക്കണ്ട എനിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് കയറിപ്പോയി. എന്താടാ കാര്യം പറ, ഇതിനു മുമ്പ് അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ പെണ്ണ് പറഞ്ഞതുപോലെ പറ മനു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ആകാംക്ഷാഭരിതയായിട്ട് നിൽക്കുന്നു മനു പറഞ്ഞത് കേൾക്കാൻ. അപ്പം ഞങ്ങൾ അവനെ കണ്ടു, ചെറിയ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ കൂടെയുള്ള മറ്റോമാർക്ക് ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്കാം. ഹരിയുടെ കാര്യം നടക്കത്തില്ല എന്ന് തന്നെ മനു പറഞ്ഞു. അവൻ പറയുന്നത് അവൻ അവളെ മുന്നേ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്, പക്ഷേ അവർ ആ വകുപ്പും ചേർത്തിട്ടുണ്ടെന്നും ആ കുട്ടിയുടെ മൊഴിയാണ് പ്രധാനമെന്നും മനു പറയുമ്പോൾ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ മോൻ മാത്രം കുറ്റക്കാരൻ അല്ലേ, ബാക്കിയുള്ളവരൊക്കെ കേസിൽ നിന്ന് ഊരിപ്പോരും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനുവിനൊന്നും പറയാനില്ല. മറ്റവന്മാരുടെ കുടുംബത്തിലുള്ള ആണുങ്ങൾക്ക് വളയാത്ത നട്ടലും മൂക്കുള്ള നാക്കുള്ളത് കൊണ്ട് അവരൊക്കെ രക്ഷപ്പെടും എന്നും പറഞ്ഞ് എനിക്കിതുപോലെ മണഗുണാഞ്ചന്മാരായ ഒരു കെട്ടിയോനും മോനുമാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഒരാൾക്ക് പെങ്ങളുടെ കാര്യത്തിൽ നട്ടലിന് ബലം വരും. അതും പറഞ്ഞ് എൻ്റെ ഹരിയുടെ കാര്യത്തിൽ മാത്രം തലവേദനയും തളർച്ചയും. അമ്മയോട് സംസാരിക്കുന്നതാണ് ആ മനുഷ്യന് തലവേദന, അല്ലാണ്ട് ഹരിയുടെ കാര്യമല്ല എന്ന് മനു അന്നേരം പറഞ്ഞു. അച്ഛൻ അവൻ്റെ കാര്യത്തിന് വേണ്ടി ഇനി കാണാത്ത ആൾക്കാരില്ല, മുട്ടാത്ത വാതിലില്ല. അമ്മ പറയുന്നത് കേട്ടിട്ടാണ് സമാധാനം കിട്ടാൻ വേണ്ടി അലിയനയുടെ അടുത്ത് ഞാൻ പോലും നാണം കഴിയേണ്ടി വന്നതെന്ന കാര്യവും പറഞ്ഞു. അവളുടെ മുന്നിൽ നാണം കെടാനായിട്ട് എന്നതാടാ ഉള്ളേ? അവളെ കേട്ടാൻ കച്ചമുറുക്കി നിൽക്കുകയല്ലേ നീ എന്ന് അമ്മ ചോദിച്ചു മോനോട്. അമ്മയുടെ അറിവിലേക്ക് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ എങ്ങനെയൊക്കെ തലകുത്തി നോക്കിയാലും ഹരിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റത്തില്ല, അതമ്മ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അതുപോലത്തെ ക്രൂരതയാണ് അവൻ ആ പെങ്കൊച്ചിനോട് കാണിച്ചതെന്നും ഇനി അവനെ ഇറക്കിക്കൊണ്ട് വന്നാലും സൽപുത്രൻ്റെ സ്വഭാവം മാറുമെന്ന് അമ്മയ്ക്ക് വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, മാറാൻ പോകുന്നില്ല. അതുപോലെ അങ്ങനെ ഒരു ഉറപ്പേ ഇപ്പം എനിക്കും തരാൻ പറ്റില്ല, എനിക്ക് ആ ഉറപ്പില്ല എന്ന് മനു പറയുകയും ചെയ്തു. തൽക്കാലം അവൻ ഈ ചെയ്തതിനൊക്കെ ഉള്ളതാണ് അവന് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കും. മകൻ്റെ നല്ലതിന് വേണ്ടി, നന്നാവാൻ വേണ്ടി അമ്മ മനസ്സിരുത്തി പ്രാർത്ഥിക്കും അതും പറഞ്ഞ് മനു അങ്ങ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. പുള്ളിക്കാരി അതിനേക്കാളും വലിയ കലിപ്പിൽ ഈ കമല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ മുത്തശ്ശി ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുക. അപ്പോൾ ഈ ഫോണുമായിട്ട് മനു മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. ഇതെന്താ സൗദാമി ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നേ? നിങ്ങൾ വന്നോ? ഞാൻ വിളിച്ചിട്ട് എത്ര നേരമായിടാ എന്നാ മുത്തശ്ശി ചോദിക്കാം. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങി വരണ്ടേ? ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ നിർത്തി എല്ലാം ശരിയാക്കി വെച്ചിട്ട് വേണ്ടേ എനിക്ക് ഇറങ്ങി വരാൻ? എന്തായാലും വന്നല്ലോ, ഇങ്ങോട്ട് ഇരിക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് അവിടെ ഇരുത്തുന്നു. മനു മുത്തശ്ശിയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പം നിങ്ങൾ അച്ഛനും മോനും കൂടി ജയിലിൽ പോയ കാര്യം എന്തായടാ എന്ന് ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ മനു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. എടാ എന്നോട് എന്താടാ ആരും ഒന്നും പറയാത്തേ എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടും ഇല്ല എന്ന് മനു പറഞ്ഞു. ജയിലിൽ പോയി ഹരിയെ കണ്ടു, സംസാരിച്ചു, തിരിച്ചു വന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് പറയാതിരിക്കുമോ എന്ന് ചോദിച്ചു. അവൻ ഇനിയും ജാമ്യം കിട്ടാറായില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ മുത്തശ്ശി അത് വേറെ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടേ. ആ പെങ്കൊച്ച് പ്രായപൂർത്തിയാകാത്ത സമയത്ത് ഹരി അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്ന കാര്യം പറയുന്നു. അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോടാ? അപ്പോൾ ഇല്ലെന്നാണ് അവൻ പറയുന്നത്. അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് മനു മുത്തശ്ശിയോട് ചോദിക്കുക. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. മറ്റെല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ഹരി മാത്രം ജയിലിനുള്ളിൽ തന്നെയായിരിക്കും. അതായിരിക്കും അവൻ്റെ മനപ്രയാസം. ഇതൊക്കെ നേരത്തെ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലായിരുന്നോ? പിന്നെ ഞാൻ പെങ്കൊച്ചിനോട് തന്നെ ചോദിക്കണം, ഹരി പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത്. സത്യം ആണെങ്കിൽ അവളെ കൊണ്ടത് തിരുത്തി പറയിപ്പിക്കണമെന്ന് പറഞ്ഞു. അവളത് തിരുത്തി പറയുമോടാ? ചോദിക്കേണ്ടവർ ചോദിച്ചാൽ പറയുമായിരിക്കും എന്ന് മനു. ആര് ചോദിക്കും? അന്നേരം അലീനെ ചോദിക്കണം. അവള് ഹരിക്ക് വേണ്ടി ഒരു അക്ഷരം പറയുന്ന എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അതാണിപ്പോൾ പ്രശ്നം എന്ന് മനു പറഞ്ഞപ്പം, എടാ നീ അലീനയെ കെട്ടാൻ പോകുന്നെന്നും പറഞ്ഞ് കമല നെഞ്ചത്തടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടല്ലോ, നേരാണോടാ മോനെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് നെഞ്ചത്തടിക്കണമെന്ന് ചോദിച്ചു. നീ പറയടാ, ശരിയാണോ അത് മുത്തശ്ശിയുടെ ആരാ ഇതൊക്കെ പറഞ്ഞു തന്നെ? നിന്റെ അച്ഛനാടാ പറഞ്ഞത് കമല വാത കയറിയതുപോലെ നടക്കുകയാണെന്ന്.
ഞാനൊന്ന് ചോദിക്കട്ടെ മുത്തശ്ശിയോട്, മുത്തശ്ശിയുടെ അഭിപ്രായം എന്താ എന്ന് മനു ചോദിക്കുമ്പം മുത്തശ്ശി വിണ്ടാട്ടമില്ല കേട്ടോ. ഞാൻ അലീനയെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന് മനു മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശിക്കൊന്നും പറയാനില്ല. അലീന നല്ല പെങ്കൊച്ചാ, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കുടുംബം, അന്തസ്, പാരമ്പര്യം, അത് കുടുംബം, ബാലേന്ദ്രങ്ങളുടെ മോളല്ലേ അവള്, അതൊക്കെ ശരിയായ, പക്ഷെ നേരായ വഴിക്കുണ്ടായതല്ലല്ലോടാ എന്ന് മുത്തശ്ശി. എന്ന് വെച്ചാ അല്ല, അത് പിന്നെ എടാ വേറൊരു പെണ്ണ് പിഴച്ചു പ്രസവിച്ചതല്ലേടാ എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ നമ്മുടെ മനു ഒന്ന് നീട്ടി ഒരു ശ്വാസം ഇട്ട് അങ്ങനെ ഇരിക്കുന്നു. അതൊരു നല്ല പാരമ്പര്യമാണോടാ എന്ന് ചോദിക്കുമ്പം മനുവിന് ചിരിയാ വരുന്നത്. താലി കെട്ടിയോ? ഇല്ല. ഭാര്യയായിട്ട് എല്ലാവരും അംഗീകരിച്ചോ? അതും ഇല്ല. മുത്തശ്ശിയുടെ മോള് പിഴച്ചു പ്രസവിച്ചതാണ് അലീന എന്ന് വിചാരിക്കും, എങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ കൊള്ളാവോ എന്നും മനു ചോദിക്കുക. അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ നാവ് അടഞ്ഞു. അതെന്നാ വർത്തമാനമാടാ മനു നീ പറയുന്നേ? സംഭവം എന്താ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പിഴച്ചിട്ടില്ലേന്ന് ചോദിച്ചു. മുത്തശ്ശിയുടെ ശ്വാസം നിന്നുപോയി. പ്രസവിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. വല്ലതും പറയാനുണ്ടോ? മുത്തശ്ശി അവിടെ കിടന്നിങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കാം. ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണോ അത്? അന്തസ്സിന് ചേർന്ന കാര്യമാണോ? എന്താ മുത്തശ്ശി? മുത്തശ്ശിക്ക് പിന്നെ മിണ്ടാട്ടമില്ല. പുറമേ എല്ലാവരും നല്ല ഉഗ്ര അഭിനയ, അന്തസ്, പാരമ്പര്യം, കുലീനത്വം. വൈജാൻ്റെ അന്തസ്സും പാരമ്പര്യവും കുലീനത്വം ഉള്ള ആളാണെന്നൊക്കെ വിചാരിച്ചല്ലേ ബാലേന്ദ്രൻ ഞങ്ങൾ കല്യാണം കഴിച്ചത് അല്ലേ? ശരിക്കും അതങ്ങനെയായിരുന്നോ? വൈജാൻ്റെ അങ്ങനെയായിരുന്നോ? ഇങ്ങനൊരു ചതി അങ്കിളിനോട് കാണിച്ച നിങ്ങൾ അന്തസ്സുള്ളവരാണോ? ആണോ? എൻ്റെ അച്ഛനടക്കം അന്തസ്സുള്ളവരാണോ? പിന്നെ മുത്തശ്ശിയുടെ നാവിൽ നിന്നൊരക്ഷരം പുറത്തു കണ്ടിട്ടില്ല. മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് ഉരുക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. മനു കൊടുത്തത് മർമ്മത്തിനിട്ട് തന്നെ ആയിപ്പോയി. അപ്പോൾ ഒരുത്തൻ പീഡനക്കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കുന്നു. അന്തസ്സാണോ അത്? മനു, നീ ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നെ പറയാനാണെന്ന് ചോദിച്ചു. അപ്പോൾ മനു ചോദിച്ചു, അലീനയുടെ അന്തസ് അളക്കുന്ന അളവുകോല് വെച്ച് എല്ലാവരും ഒന്ന് അളന്ന് നോക്കും മുത്തശ്ശി, അപ്പം ശരിയാകുമെന്ന് പറഞ്ഞു മനു. ഒന്നും പറഞ്ഞു മുത്തശ്ശി ദീർഘശ്വാസമൊക്കെ വിട്ട് അങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഉടനെ പോയി അലീനയെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി മാത്രം. എല്ലാവരുടെയും മനസ്സിലിരിപ്പതാണല്ലോ. ശരിയെന്നാ പറഞ്ഞു നമ്മുടെ മനു അവിടെ നിന്ന് പോയി. മനു മോനെ ദേ, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മുത്തശ്ശിനെ എല്ലാവരോടും നടന്ന് പറയാൻ നിൽക്കണ്ട, അവനവൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് പോയി. ഉമ്മനീര് ഇറക്കി മുത്തശ്ശി അവിടെ ഇങ്ങനെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ ഗംഗേട്ടൻ വീട്ടിലേക്ക് എത്തി. ടാക്സി ഡ്രൈവർക്ക് കാശും കൊടുത്ത് അദ്ദേഹം വന്നു. യാത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അങ്കിളെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പാടായിരുന്നു. രാവിലെ ഇറങ്ങിയത് ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ അത് പക്ഷേ നേരത്തെ എത്തിയേനെ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. മല്ലച്ചനല്ലാതെ ആരെങ്കിലും ഡേ ടൈമിൽ ഇങ്ങനെ റോഡ് വഴി ട്രാവൽ ചെയ്യുമോ? അപ്പോൾ അനദർ എക്സ്പീരിയൻസ് മാൻ. നീ ഫോണിലല്ലായിരുന്നോ ക്യാരോൺ? അയ്യോ ഇല്ലില്ല, അതൊക്കെ കഴിഞ്ഞു. വെളിച്ചൊന്നും കഴിച്ചില്ലല്ലോ. ഐ എം സ്ട്രാമിങ്. നീ വല്ലതും കഴിച്ചോ? നൈറ്റ് ഫുഡ് ഒരു ഇത്തിരി കുറവാണ്, എന്നാലും കമ്പനി തരാം വാ എന്നും പറഞ്ഞ് അങ്ങനെ അവർ ചെന്നിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ശിവനും ഗംഗേട്ടനും മനുവും. അപ്പോൾ ഗംഗേട്ടൻ്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ശിവേട്ടൻ ചോദിച്ചു. പഴയ ബാർബഡീസിനെയൊക്കെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പ്ലാൻഡ് ആയിരുന്നില്ല, കുറച്ച് പേരെയൊക്കെ കണ്ടു, ഒന്ന് കമ്പനി കൂടി പോന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെ, വൈജയുടെ വിവരം വല്ലതും ഉണ്ടോ? എനിത്തിങ് ന്യൂ അപ്ഡേറ്റ്സ്? ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. ഇവൻ കഴിഞ്ഞ 2 ദിവസം ഇവൻ പോയി കണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വഭാവം, യുദ്ധത്തിന് റെഡിയായി തന്നെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾബലമില്ലാത്തതിൻ്റെ ഒരു ധൈര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം വൈജയുടെ ആൾബലത്തിന് എന്ത് പറ്റി? അവളുടെ കൂടെ നീറ് പോലെ നിൽക്കുന്ന ബബിതയല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ മാറി, എല്ലാവരും അലീനയുടെ പക്ഷത്താണിപ്പോൾ എന്ന് മനു പറയാം. ബബിത അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണിക്കാതിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കമല. അതൊരു അൺഎക്സ്പെക്റ്റഡ് ടേൺ ആണല്ലോ, അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു അന്നേരം ഗംഗേട്ടൻ. അത് എന്തായാലും അലീന കോളനിക്കാരെ ആക്രമിക്കുന്ന വീഡിയോ കിട്ടിയില്ലായിരുന്നോ? അപ്പോൾ ഞാനത് അവളെ കൊണ്ടുപോയി കാണിച്ചു. അതുപോലെ എല്ലാവരെയും അങ്ങ് കാണിച്ചു. കുടുംബത്തോട് കോറുള്ളവരൊക്കെ അങ്ങനെയാ, ഇളയത്തങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. എനിക്കും ഉണ്ട് ഒരു ഭർത്താവും മോനും എന്നും പറഞ്ഞൊരു കൊള്ളിച്ചൊരു വർത്തമാനം കമല.
ശിവേട്ടനൊന്നും മിണ്ടിയില്ലായിരുന്നു, കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ? ഇവർ രണ്ടുപേരും നോക്കിയിട്ട്. മനുവിനൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഗംഗേട്ടൻ ഇങ്ങനെ ഇവർ രണ്ടുപേരും നോക്കുക. അവർ നോക്കാഞ്ഞിട്ടാണോ കമലെ? ചുമ്മാതെ അവർ ബ്ലെയിം ചെയ്തിട്ട് എന്താ കാര്യമെന്ന് ഗംഗേട്ടൻ അന്നേരം ചോദിച്ചു. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും കമലയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സഹായിക്കാനായിട്ട് തുനിഞ്ഞു വന്നോ? കാരണം എന്താ? ഈ ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡെപ്തും അത്രത്തോളം ഉണ്ട്. നിനക്കെന്താ മനസ്സിലാവാത്തത്? നീ എന്തത് കേൾക്കാത്തത്? എന്നെയും എൻ്റെ മോനെയും സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവർ സഹായിക്കാൻ വരുന്നത്. കമലയുടെ വർത്തമാനം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരുമോ മനുവിന്? വെറുതെ വേസ്റ്റ്. നമ്മളെടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് എത്ര പറഞ്ഞാലും ആ തലയിൽ കയറാൻ പോണില്ല അങ്ങളെ. ഇവർ ഹരിയെ കാണാൻ പോയപ്പോൾ ഹരി പറഞ്ഞതാ ഇവരോട് അവനെ രക്ഷപ്പെടുത്താനുള്ള വഴി. അത് ഇവർക്ക് പറ്റത്തില്ല, പേടി. അതെന്താ ശിവ സംഭവം? കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഗംഗേട്ട, ഹരി പറയുന്നതേ പോക്സോ കേസ് ഒഴിവാക്കിയ അവന് ജാമ്യം കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അതിനാ പെൺകുട്ടി കോടതിയിൽ സത്യം പറയണം, ഹരി അവൾ ഇതിനു മുമ്പ് ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ആ പെൺകുട്ടി പറയുമോ എന്ന് ചോദിച്ചു. നിന്റെ അഭിപ്രായം എന്താ മനു? അതിനുള്ള സാധ്യത വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതിനോരോ സാധ്യതയില്ലാന്ന് മനു. അതെന്താ മനു എന്ന് ഗംഗേട്ടൻ. വല്യച്ചാ, ആ പെൺകുട്ടി കടന്നുപോയ സിറ്റുവേഷൻ ഞാൻ പറയാതെ തന്നെ വല്യച്ഛന് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. അത് മനസ്സിലാക്കാതെ നമ്മൾ ചെന്നിട്ട് പണ്ട് നിന്നെ അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പം ചെയ്തതിന് മാത്രം കേസ് കൊടുക്കുക എന്ന് പറയാൻ പറ്റുമോ എന്ന് മനു ചോദിക്കുക. അത് കേട്ടപ്പം എന്നതായാലും എൻ്റെ ഗംഗേട്ട, ഇവർ ഈ അച്ഛനും മോനും കഥയും പറഞ്ഞിരുന്ന സമയത്തിന് ആ അലീന പോയി രോഹിത്തിനെ ഇറക്കിക്കൊണ്ട് വന്നില്ലേ എന്ന് ചോദിച്ചു കമല. ആ പെണ്ണ് മൊഴി മാറ്റി പറഞ്ഞല്ലോ, അതെന്താ ഇവർ ഓർക്കാത്തേ എന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഗംഗേട്ടൻ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. വലിച്ചാ, അമ്മയ്ക്ക് ഇപ്പോഴും അവനെന്തോ മാവേന്ന് മാങ്ങ പറിച്ചിട്ട് ജയിലിൽ പോയെന്നുള്ളതാ വിചാരം. അതാ ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കുന്നേ. രോഹിത് ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടി മൊഴി മാറ്റിയത്. അല്ലാതെ നമ്മളെല്ലാം വഴിയും നോക്കി ഗംഗേട്ടാ, ഇതും ശ്രമിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ അലീന തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞു. അവൾ മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിയുമായി ആകെ മാനസിക അടുപ്പമുള്ളത്. മനു കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ കാണാൻ ആ വീട്ടിൽ പോയതും ആയിരുന്നു എന്ന കാര്യം ശിവേട്ടൻ പറയുക. അച്ഛൻ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അലീനയാണ് വലിച്ച ശരണ്യെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ എന്ന് കമല. അതിനവൾ എന്ത് വിലയാണ് കൊടുത്തത് എന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ബാലേന്ദ്രനാങ്ങളും രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി അലീനയെ കൊണ്ട് ശരണ്യെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. അതവൾ റിജക്റ്റ് ചെയ്തു. അലീനയെ അതാ ശരിക്കും സംഭവിച്ചത്. ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനും അലീനയോട് അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. എൻ്റെ റിക്വസ്റ്റും അവൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവളൊന്നും കേട്ടില്ല എന്നും പറഞ്ഞു. ഇവരുടെ വാക്ക് കേട്ട് വല്യച്ഛൻ അവളുടെ അടുത്ത് പോയി വെറുതെ നാണം കെടാൻ നിൽക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് ദഹിക്കുമോ? കമലയ്ക്ക് കലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കലി. അവൾക്ക് അവളുടേതായ ചില പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ അവൾ ആരെയും സമ്മതിക്കത്തില്ല. അത് ആരായിരുന്നാലും അവൾ സമ്മതിക്കത്തില്ല എന്നും മനു ഉള്ള കാര്യം പറയാം. അവൾക്കറിയാം അവളുടെ ജീവിതത്തിലുള്ള മൂല്യങ്ങൾ അവൾ മുറുകെ പിടിക്കുന്നു. അത് എല്ലാവർക്കും നല്ലതായി തന്നെ അവൾ കണക്കാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ. പിന്നെ നീ ഇവിടെ അവളുടെ വീരവാദങ്ങളും പാടിക്കൊണ്ടിരുന്നോടാ. അനിയനൊരുത്തനെ ജയിലിൽ കിടപ്പുണ്ടെന്ന് നീ മറക്കണ്ടെന്ന് പറയുമ്പം ഞാനാണല്ലോ അവനെ കൊണ്ടുവന്ന് ജയിലിലിട്ടത്. എന്നാൽ പിന്നെ അമ്മ ഇതും കൂടെ ഓർത്ത് വെച്ചോ. അവനെ ഇനി ജയിലിൽ നിന്ന് ഇറക്കാൻ എൻ്റെ യാതൊരുവിധ സഹായവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ ചെയ്ത് കാണിക്കുന്നു പറഞ്ഞു മനു അങ്ങ് പോകുമ്പോൾ. മനു നീ പിണങ്ങി പോവെന്ന് പറഞ്ഞു ഗംഗേട്ടൻ. നമുക്ക് സംസാരിച്ച ഒരു സൊല്യൂഷനിൽ എത്തിക്കാടാ വലിച്ച. ഈ അമ്മയുടെ കൂടെ നിന്ന് സംസാരിച്ച സൊല്യൂഷൻ മാത്രം ഉണ്ടാകത്തില്ല, സമാധാനം പോകുന്നതല്ലാതെ വേറെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് മനു പറയുവാണ്. ഞാൻ റൂമിൽ കാണും, വലിച്ചിട്ട് അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. കമല പിന്നെ നിന്ന് ചൊറിയാൻ തുടങ്ങി. അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മനുഷ്യ. ഇനി ഞാൻ കാരണം ആരുടെയും സമാധാനം പോകണ്ടെന്ന് പറഞ്ഞു കമലയും തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങ് പോയി. അതെ, തിന്ന പാത്രം കഴുകി വെച്ചോളണം, ഇനി എന്നെ ഒന്നിനും കിട്ടത്തില്ല കേട്ടോ എന്ന് മനുവിനോട് വിളിച്ചു കൂവി പറയുമ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മനു അതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കമല അവിടെ നിന്ന് ഒരു അഹങ്കാരി എന്നും പറഞ്ഞ് അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഗംഗേട്ടൻ ആരുടെ കല്യാണക്കാർ അവൾ ഈ പറയുന്നോട് നടക്കണമെന്ന് ചോദിക്കുമ്പം മനുവിൻ്റെ. ആരുമായിട്ട്? അവൻ കഴിഞ്ഞ ദിവസമേ ഇവിടെ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അവന് അലീനയെ ഇഷ്ടമാണെന്നും അവളെ കെട്ടത്തുള്ളൂ എന്നും. ഇത് കേട്ടപ്പോൾ ദേ കിടക്കുന്നു. ഇവർക്കാണൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതാ സംസാരത്തിൻ്റെ വാശിയിലങ്ങ് പറഞ്ഞു പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ശിവേട്ടൻ പറയുന്നത് മനു മുകളിൽ നിന്ന് കേട്ടു. അങ്ങനെ കരുതണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കമല പിന്നെയും വരുക ഇത് കേട്ടോണ്ടേ. അങ്ങനെ ഒരു വാശിപ്പുറത്ത് പറയാൻ അത്ര ബോധമില്ലാത്തവനൊന്നും അല്ല ഞാനെന്ന് മനു പറയുന്നു.
ഗംഗേട്ടൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ്. അതുപോലെ തന്നെ ശിവേട്ടനും. അച്ഛൻ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കാനും മനു അങ്ങ് പറഞ്ഞു. അച്ഛൻ മാത്രമല്ല എല്ലാവരും എന്ന് മനു അങ്ങ് പറഞ്ഞു. കോമല പറഞ്ഞു പല്ലു ഓർമ്മ പിടിച്ചിങ്ങനെ അവിടുന്ന് അടുക്കളയിലേക്ക് എന്ന് പറഞ്ഞൊരു ഹുമ്മിയിട്ട് അങ്ങ് പോയിട്ടോ. മനു റൂമിലേക്കും കയറിപ്പോയി. ഇപ്പോൾ ഗംഗേട്ടനും ശിവേട്ടനൊക്കെ ചെകുത്താനും കടലിനും നടുവിലിരിക്കുന്നു. എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ഗംഗേട്ടൻ ശിവേട്ടനോട് ചോദിച്ചു. ഗംഗേട്ടാ, ഇപ്പം ഈ വിഷയം കൂടി എൻ്റെ തലയിലിട്ട് ഓടിക്കാൻ എന്നെ കൊണ്ടാവത്തില്ല, അത്രയ്ക്ക് പ്രഷറുണ്ട് എനിക്ക് എന്ന് ശിവേട്ടൻ പറയാം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ബാലചന്ദ്രൻ വഴി പോക്സോ കേസ് ഒഴിവാക്കുന്നതിനെ പറ്റി അലീനയോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. ചെയ്തതിന് ശിക്ഷ അവൻ എന്തായാലും കിട്ടും. ജയിൽ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കുന്നത് മാത്രമാണ് ഒരു നേട്ടമായിട്ടുള്ളതെന്ന കാര്യവും പറയുക. ആകെ വല്ലാണ്ടായിട്ടിരിക്കുകയാണ് ശിവേട്ടൻ. എന്നിട്ട് ശിവേട്ടൻ മതിയാക്കി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗേട്ടൻ അമ്മയെ കാണാൻ ചെന്നു. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എപ്പോഴാണ് മോനെ വന്നതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതെന്താ, ഇത് ഞാൻ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതായി, ഇവിടെ എങ്ങാനും അമ്മയ്ക്ക് കൈ എത്തിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാമെന്ന് പറഞ്ഞു. അതെന്തിനാടാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കമലയുടെ കൈ കൊണ്ട് ഇതൊന്നും ഇവിടെ എത്താൻ വഴിയില്ലെന്ന് എനിക്കറിയാം. ഓ, ഇവിടെ വെച്ചാലും അവൾ എടുത്തുകൊണ്ട് പോകടാന്ന് പറഞ്ഞു. എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞാൽ ആ ടേബിളിലേക്ക് ആ സാധനം അങ്ങ് വെച്ചും കൊടുത്തു. അതിനുശേഷം അമ്മയ്ക്കരികിൽ വന്നിരുന്നു. അപ്പം നീ തിരുവനന്തപുരത്തിന് പോയ കാര്യങ്ങളൊക്കെ നടന്നോടാന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കാര്യം നടത്താൻ വേണ്ടി പോയതൊന്നും അല്ല തിരുവനന്തപുരത്ത്. പിന്നെ നീ എന്നാത്തിന് പോയതാടാ? പണ്ട് മിലിറ്ററിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചില ഓഫീസർമാരിപ്പം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാനും ഓർമ്മ പുതുക്കാനും പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും കണ്ടു? ആ, ചിലരെയൊക്കെ കണ്ടു. പിന്നെ രാവണ്യാമ്മയുടെ വീട്ടിലൊന്ന് പോയി, ശാസ്തമംഗലത്തെ. അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നോടാ. അപ്പോൾ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലല്ലേ അമ്മേ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും സുഖമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. ഓരോ ഫാമിലിയുടെയും ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴല്ലേ സുഖം വെറും ഒരു വാക്ക് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതും ശരിയാ. ശങ്കുണ്ണിയമ്മയുടെ മകൻ്റെ മോള് ഒരുത്തനുമായിട്ട് കൊണ്ടുപിടിച്ച പ്രേമം. കൂടെ ജോലി ചെയ്യുന്ന ഒരു തമിഴനാ. കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ചാടിപ്പോകും. എന്ത് ചെയ്യാനാ? എടാ, ഇവിടെ വേറൊരു സംഭവം നീ അറിഞ്ഞു കാണും. മനു അലീനയെ കെട്ടാൻ പോവാണെന്ന് പറയുന്നടാന്ന് പറയുമ്പോഴത്തേക്കും അവൻ കെട്ടിക്കൊണ്ട് വരട്ടെ, അമ്മയെ നോക്കാൻ ആളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ എന്നാ പറയും? അതും കൂടി ഓർക്കണ്ടേ, ബാലചന്ദ്രൻ്റെ മോളാണെന്ന് ആരുടെയെങ്കിലും മുന്നിൽ പറയാൻ കൊള്ളാവോടാ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വേലക്കാരിയെ കെട്ടിയെന്നല്ലേ നാട്ടുകാർ പറയത്തുള്ളൂ എന്ന് പറയുമ്പം നല്ല പെണ്ണല്ലേ അലീന, ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കെന്നാ വേണ്ടത്? മനുവിന് ഇണങ്ങുന്ന ഒരു പെൺകുട്ടി വേണം, അത്രയല്ലേ ഉള്ളൂ. അലീനെ അവന് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഗംഗേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.